23 വയസ്സിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ CA കംപ്ലീറ്റ് ചെയ്ത് 20 കൊല്ലത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള സ്മിത നമ്മളുടെ കൂടെയുണ്ട്. ഹായ് സ്മിത, വെൽക്കം. താങ്ക് യു. CA ഭയങ്കര ടഫായിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പം അതിലിപ്പം 100 പേര് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അതിനകത്ത് 60 പേര് ഫെയിൽ ആവുന്നുണ്ട്. 30-40% ആൾക്കാർ മാത്രമേ പാസ്സാവുന്നുള്ളൂ. അപ്പോൾ ഈ 30-40% ഉൾപ്പെടാൻ നമ്മൾ എന്തൊക്കെ സ്ട്രാറ്റജീസ് നമ്മൾ ഉപയോഗിക്കണം? സാധാരണ ഏത് എക്സാം നമ്മൾ എഴുതണതും മാർക്ക് സ്കോർ ചെയ്യാനാണ്. പക്ഷേ പ്രൊഫഷണൽ എക്സാം എത്തുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സാമിന് പഠിക്കുന്നത് മാർക്ക് സ്കോർ ചെയ്യാൻ മാത്രമല്ല, ഒരു നോളേജ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. വാട്ട് എവർ യു ആർ ലേണിംഗ് ഇസ് എ നോളേജ് ഫോർ യുവർ ലൈഫ് ടൈം. നമ്മളിപ്പോൾ ഇതേ കരിയറിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ യു കീപ്പ് ഓൺ അപ്ലൈയിങ് ദ സെയിം തിങ്സ് വിച്ച് വി ഹാവ് സ്റ്റഡീഡ്. അപ്പോൾ നമ്മളതിനെ പറയും ഒരു അഡൾട്ട് വേ ഓഫ് ലേണിംഗ് എന്ന് പറയും. നമ്മൾ പഠിക്കുമ്പോൾ ആ സബ്ജക്റ്റ് മനസ്സിലാക്കി പഠിക്കുക, അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അല്ലാണ്ട് പ്ലെയിൻ ആയിട്ടുള്ളൊരു റീഡിംഗ് അല്ല, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാൻ. അതിന് നമ്മൾ ആ സബ്ജക്റ്റിനോട് കുറച്ച് സ്നേഹം ഉണ്ടാവണം. യു ഹാവ് ടു ഫോൾ ഇൻ ലവ് വിത്ത് ദ സബ്ജക്റ്റ്. ബ്രേക്കപ്പ് ആവാതെയും നോക്കണം. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ എത്ര സമയം ഇതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കണം? ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പം 10-12 മണിക്കൂറും പഠിക്കുന്നവരുണ്ട്, ചില ആൾക്കാർ റെസ്റ്റ് എടുക്കാതെ പോലും പഠിക്കുന്നവരുണ്ട്. പക്ഷെ എന്നാലും മിക്കവരും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാവാറില്ല. അതെന്തുകൊണ്ടായിരിക്കും? എല്ലാ എക്സാമിൻ്റെയും അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ടത് ടൈം മാനേജ്മെൻറ്റാണ്. നമ്മൾ ഇത്രയും കാലം പഠിച്ച കുറേ കാര്യങ്ങൾ, ഒരു 5-8 മാസം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരു 3 മണിക്കൂറിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സാം എഴുതുന്ന രീതിയുണ്ട്. അപ്പോൾ ഏതൊരു സബ്ജക്റ്റ് എഴുതുമ്പോഴും നമ്മൾ അതിൻ്റെ റെഫറൻസ് എഴുതണം, ഇൻഫറൻസ് എഴുതണം, കൺക്ലൂഷൻ എഴുതണം. ഇങ്ങനെയൊക്കെ ഒരു 2-3 സ്റ്റേജായിട്ട് വേണം നമ്മൾ എഴുതുക. പല കുട്ടികളും ഇങ്ങനെ ഇത്രയും ഡെപ്തായിട്ട് എഴുതുന്നുണ്ടോയെന്ന് അറിയില്ല, പഠിക്കുന്നുണ്ടാവും, പക്ഷെ അതെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ പലർക്കും ഉണ്ടാവില്ല. അതിനുള്ള മെറ്റീരിയലും ഒക്കെ CA ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബുക്ക്ലെറ്റ്സിലും ഒക്കെ ഉണ്ട് എങ്ങനെയാണ് എക്സാം എഴുതണം എന്നുള്ളത്. ഇങ്ങനെ 3 സ്റ്റേജായിട്ട് എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ എഴുതി വരുമ്പോൾ പലരുടെയും ആൻസർ ഷീറ്റ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണില്ല. അപ്പോൾ പഠിക്കാത്തതല്ല പ്രശ്നം, എങ്ങനെയത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് അറിയണില്ല. അത് അവിടെയാണ് കുട്ടികളുടെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ റെഫറൻസ്, ഇൻഫറൻസ്, കൺക്ലൂഷൻ എന്ന് പറഞ്ഞല്ലോ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എടുക്കുന്നത് ഇൻകം ടാക്സ് ആക്റ്റാണ്. എൻ്റെ സബ്ജക്റ്റിൽ ഇപ്പോൾ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആ ആക്ടിൻ്റെ ഏത് സെക്ഷനാണ് ഇവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്, ഈ ക്വസ്റ്റിന് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ സെക്ഷൻ കോട്ട് ചെയ്യണം ആൻസറിൽ. പിന്നെ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനും ഈ സെക്ഷനും തമ്മിലുള്ള അനാലിസിസ്, അതിൻ്റെ റിലേഷൻഷിപ്പ്, അതിൻ്റെ അതൊന്നും എന്താ നമ്മൾ മനസ്സിലാക്കിയത്, അതാണ് നമ്മൾ ഇൻഫറൻസിൽ എഴുതുന്നത്. ആ സെക്ഷൻ ഈ ക്വസ്റ്റ്യൻ അല്ല ആ സെക്ഷൻ അപ്ലിക്കബിൾ ആണോ അപ്ലിക്കബിൾ അല്ലേ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, ഐഡൻറ്റിഫൈ ചെയ്യുക, അതാണ് ഇൻഫറൻസ്. പിന്നെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ ആൻസർ, യെസ് ഓർ നോ. അതുകൊണ്ട് ഇതിന് ടാക്സ് അടയ്ക്കണോ, ടാക്സ് അടയ്ക്കണ്ടേ, അങ്ങനെയുള്ളൊരു അനാലിസിസും കൺക്ലൂഷനുമായിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. പല കേസസിലും ഞാനിപ്പോൾ ക്ലാസ്സിലിപ്പോൾ ഞാനിരിക്കുമ്പോൾ എന്താ കാണാറെന്ന് വെച്ചാൽ കുട്ടികൾക്ക് അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം, പ്രോബ്ലം ചെയ്യാൻ അറിയാം, ആൻസർ ചെയ്യാൻ അറിയാം, കൂട്ടാൻ അറിയാം, കുറയ്ക്കാൻ അറിയാം, അതൊക്കെ കൂടെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. പക്ഷേ എന്തുകൊണ്ടാണ് കൂട്ടണേ, എന്തുകൊണ്ടാണ് കുറയ്ക്കണേ, അതാണ് വാല്യൂവർക്ക് അറിയേണ്ടത്, അതാണ് എക്സാമിനർക്ക് അറിയേണ്ടത്. വൈ എന്നുള്ളതാണ്. അല്ലാണ്ട് നിങ്ങളുടെ അരിത്തമെറ്റിക്കൽ ആക്യുറസി കറക്റ്റ് ആണോ എന്നുള്ളതല്ല നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പം ഫൈനൽ ആൻസർ അല്ല ആക്ച്വലി, അത് വരുന്ന വഴിയാണ് അറിയേണ്ടത്. അതെ അതെ, എക്സാക്ട്ലി. ഈ എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ ചില ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ചില ഏരിയാസ് ഒമിറ്റ് ചെയ്തിട്ടും സെലക്ട് ചെയ്തിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. അത് ശരിക്കും അവരെ എക്സാംസിനെ ബാധിക്കാറുണ്ടോ? സിലബസ് എന്ന് പറഞ്ഞ് തരണത് വിട്ട് പഠിക്കാനല്ല, സ്കിപ്പ് ചെയ്യാനുള്ളതല്ല സിലബസ്. സിലബസ് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് കവർ ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പോൾ സിലബസ് തരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ചില ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിന്ന് ഒരു സ്മാർട്ട് വർക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അത് എപ്പോഴും വർക്കൗട്ട് ചെയ്യണമെന്നൊന്നുമില്ല. വളരെ ബുദ്ധിമുട്ടാണ് നമുക്കൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ തീരെ മനസ്സിലാവുന്നില്ല എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് അനലൈസ് ചെയ്യുക, ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് വന്നിരിക്കണേ എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്ററിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. പക്ഷേ ഒരു പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുമ്പോൾ ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പഠിക്കാൻ അഡ്വൈസ് ചെയ്യില്ല. ഇപ്പോൾ ഡോക്ടറാണെങ്കിൽ തന്നെ അയാൾക്ക് വലത്ത് കൈ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇടത്ത് കൈയെ ട്രീറ്റ് ചെയ്യുള്ളൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. പ്രൊഫഷണൽ ആകുമ്പോൾ നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം. നമ്മളിതെല്ലാം പഠിച്ച് റിയൽ ലൈഫിൽ അത് അപ്ലൈ ചെയ്യുകയാണ്, അപ്ലിക്കേഷനാണ് നമ്മൾ ലൈഫിൽ ചെയ്യുന്നത്. പ്രൊഫഷണൽ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഏതൊരു ക്ലയൻറ്റ് നമ്മുടെ ഓഫീസിലേക്ക് വന്നാലും അയാളുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള മരുന്ന് നമ്മുടെ കയ്യിലുണ്ടാവണം. അത് വേണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ആക്റ്റും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് പ്രൊഫഷണൽ കോഴ്സിന് പറ്റിയ ഒരു സ്ട്രാറ്റജി അല്ല.
ഇപ്പം 4 എക്സാംസ് ആണ് ഒരു ഗ്രൂപ്പ്. ഇപ്പം ഈ 4 എക്സാംസിൽ ചില ഫേവറേറ്റ് സബ്ജക്ട്സ് ഉണ്ടാവും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ആ സബ്ജക്റ്റിന് കുറച്ച് കൂടുതൽ മാർക്ക് മേടിക്കുക, മറ്റേ എക്സാംസിനൊക്കെ കുറച്ച് മാർക്ക് മേടിച്ചാലും കുഴപ്പമില്ല, അത് കോമ്പൻസേറ്റ് ചെയ്ത് പോയിക്കോളും എന്ന് ചിന്തിക്കുന്നത് കറക്റ്റാണോ? നമുക്ക് 2 ഗ്രൂപ്പും ഒരുമിച്ച് എഴുതാം. 2 ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 8 പേപ്പേഴ്സാണ് വരിക. ഈ 2 ഗ്രൂപ്പും ഒരുമിച്ച് എഴുതുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒരു ഗ്രൂപ്പിൽ നമുക്ക് എക്സസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് പാസ്സാവാൻ നമുക്ക് 50% മിനിമം വേണ്ടത്. 50% എന്ന് പറയുമ്പോൾ 4 പേപ്പർ 400, അതിൻ്റെ 50% 200 വേണം. ഈ 200ൽ സപ്പോസ് നിങ്ങൾക്ക് 240 കിട്ടിയെന്ന് വിചാരിക്കൂ ഫസ്റ്റ് ഗ്രൂപ്പിൽ. ആ 240ലത്തെ എക്സസ് 40 അടുത്ത ഗ്രൂപ്പിലേക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അടുത്ത ഗ്രൂപ്പിൽ നമുക്ക് 4 പേപ്പറും കൂട്ടി 180 കിട്ടിയിട്ടുള്ളൂ എന്ന് വെച്ചാലും നിങ്ങൾ 2 ഗ്രൂപ്പും പാസ്സായി. കാരണം കഴിഞ്ഞ ഗ്രൂപ്പിലത്തെ 40 ഈ ഗ്രൂപ്പിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. അത് ഈ ഒരു ബെനിഫിറ്റ് കിട്ടണമെന്ന് വെച്ചാൽ 2 ഗ്രൂപ്പും ഒരുമിച്ച് എഴുതണം. ഓക്കെ. 2 സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ബെനിഫിറ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളോട് 2 ഗ്രൂപ്പും കൂടി ഒരുമിച്ച് എഴുതണം എന്ന് പറയാറ്, സാധാരണ അഡ്വൈസ് ചെയ്യാറ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു പേപ്പർ നമ്മൾ കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ ആ പേപ്പറിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്താൽ മറ്റേ ഗ്രൂപ്പിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റിൽ നമ്മൾ ജസ്റ്റ് പാസ്സായിട്ടുള്ളൊരു സബ്ജക്റ്റിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ആ എക്സസ് മാർക്ക് ഉപയോഗപ്പെടും. ഓക്കെ. അപ്പോൾ ഈ പാസ്സായിട്ടില്ലെങ്കിലും നമുക്ക് ഈ മാർക്ക് എക്സസ് അങ്ങനെ എടുക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. ഈ 4 ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരു പേപ്പറിൽ 60ൻ്റെ മുകളിലും കിട്ടി, ബാക്കി പേപ്പറിൽ നമ്മൾ പാസ്സായിട്ടില്ല എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ 60 മാർക്ക് കിട്ടിയ ആ പേപ്പർ അടുത്ത 3 ചാൻസിൽ നമുക്ക് എഴുതണ്ട. ഓക്കെ. അങ്ങനെയും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. 3 ചാൻസ് വരെ നമുക്കിനി ബാക്കിയുള്ള 3 പേപ്പേഴ്സ് പാസ്സായാൽ മതി. ഇപ്പോൾ CA പോലെ ഒരു എക്സാം എഴുതുന്ന ഒരു കുട്ടിക്ക് അവരുടെ പിയർ സപ്പോർട്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്ന സമയത്ത് അവിടുന്ന് കിട്ടുന്നൊരു സപ്പോർട്ട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഏതൊരു കാര്യത്തിലും നമ്മുടെ മുന്നിൽ വഴി തെളിയിച്ച് നടക്കാൻ ഒരാളുണ്ടെങ്കിൽ അതൊരു സുഖമാണ്, ഒരു സൗകര്യമാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നതും അതാ, ഒരാൾ നമ്മുടെ മുന്നിലുണ്ടാവും, എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാൾ അവിടെ ഉണ്ടാവും. മാത്രമല്ല നമ്മൾ കളക്റ്റീവായിട്ടിരുന്ന് പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഡൗട്ട്സ് ആയിരിക്കും വേറൊരാൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ തിങ്കിങ് ഒക്കെ മാറുകയാണ്, വേറൊരു ലെവലിലേക്ക് എത്തുകയാണ്. അത് മാത്രമല്ല, തന്നെ പഠിക്കുമ്പോൾ ഒരു ഡൗട്ട് വന്നാൽ എവിടെയാണ് ക്ലിയർ ചെയ്യാൻ പോകണ്ടേ എന്നുള്ളത് അറിയില്ല. ഇതിപ്പോൾ നമ്മുടെ സംശയങ്ങളും ഡൗട്ട്സും ഒക്കെ ക്ലിയർ ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജാണ് ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോയി പഠിച്ചാൽ നമുക്കുണ്ടാവുന്നത്. പിന്നെ നമ്മൾ ഒന്നിച്ചിരുന്ന് പഠിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിച്ചിട്ടും ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വി ആർ ലേണിംഗ് ദ സബ്ജക്റ്റ് മോർ. നമ്മളെപ്പോഴും പറയും, ഞാൻ സ്റ്റുഡൻസിനോട് തന്നെ പറയും, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിച്ചോളൂ എന്ന് പറയും. ദ ബെസ്റ്റ് വേ ടു ലേൺ എ സബ്ജക്റ്റ് ഇസ് ടു ടീച്ച് ഇറ്റ്. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പായിട്ടിരുന്ന് പഠിക്കുമ്പോൾ അതിൻ്റേതായ അഡ്വാൻറ്റേജസ് വേറെ ഉണ്ടാവും. ഇപ്പോൾ CA ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുക, ഇല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക, ഇല്ലെങ്കിൽ ടീച്ചിങ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് ജോലി എയിം ചെയ്യുന്ന ഒരാൾക്ക് CA വേണ്ടാന്ന് വെക്കേണ്ടെന്ന് ആവശ്യമുണ്ടോ? ഒട്ടുമില്ല. ഗവൺമെൻറ് സെക്ടറിൽ നമുക്ക് ധാരാളം സ്കോപ്പ് ഉണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ അവർ ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ കോൾ ഫോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് ടെസ്റ്റ് ഇല്ല, ജസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ ബേസിസിൽ മാത്രമാണ്. ഗവൺമെൻറ് സെക്ടറിലേക്ക് അതെ, ജസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ ബേസിസിൽ മാത്രമാണ് അവർ ആപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗവൺമെൻറ് സെക്ടറിലും അതേ ധാരാളം സാധ്യത ഉണ്ട്. ഇപ്പം ഈ ഒരു CA പാസ്സാവുന്ന ആൾക്ക്, അല്ലെങ്കിൽ ഇത്രയും ഒരു ഹെക്ടിക് ഷെഡ്യൂളിലൂടെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത ഒരാളുടെ ക്യാരക്ടറിനെ അതെങ്ങനെയാണ് ബാധിക്കുന്നത്? അത് എങ്ങനെയാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഞാനെപ്പോഴും പറയും, ഈ CA കോഴ്സ് നിങ്ങളെ സൈക്കോളജിക്കലിയും കൂടിയും സ്ട്രോങ് ആക്കുക. ഫസ്റ്റ് ചാൻസിൽ പാസ്സാവുന്നത് വളരെ ചുരുക്കം. നമുക്കിപ്പോൾ ഓൾ ഇന്ത്യ പാസ് പെർസെൻറ്റേജ് ഒക്കെ നോക്കിയാൽ ഒരു 20%, അതൊക്കെയാണ് 20 to 30% ആണ് നമ്മൾ ഓൾ ഇന്ത്യ പാസ് പെർസെൻറ്റേജ് ഒക്കെ. അപ്പോൾ തോൽവി എന്ന് പറയണത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സും കൂടി CA കോഴ്സ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ വിജയം വന്നാലും തോൽവി വന്നാലും അതിനെ ഒരേ മനസ്സോടുകൂടി ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ജീവിതത്തിൽ വലിയൊരു പാഠമാണ്. അപ്പോൾ അത് നിങ്ങളെ പ്രാപ്തരാക്കുന്നുണ്ട് ഈ CA കോഴ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് സ്മിത. കുട്ടികൾക്ക് ഒരുപാട് എക്സാം പ്രിപ്പറേഷൻ ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.